ഞാൻ പിറന്ന മണ്ണ്, ഞാനിഴഞ്ഞ മണ്ണ്, ഞാൻ കളിച്ച് ഞാൻ ചിരിച്ച് ഞാൻ വളർന്ന മണ്ണ്, വേദകൽപ്പപാദപത്തിൻ വേരുറച്ച മണ്ണ്, ധ്യാനശക്തി ജ്ഞാനശക്തി ഞാനറിഞ്ഞ മണ്ണ്, പഞ്ചമാതൃഭക്തി ഭാവമുജ്വലിച്ച മണ്ണ്, മർത്യരെ അമർത്യരായി ഉയർത്തെടുത്ത മണ്ണ്, എന്റെ മണ്ണിതാനിതിന്റെ പുണ്യമെന്തു ചൊല്ലുക, എന്റെ മണ്ണിൽ അന്യരില്ല അനൈക്യമില്ലൊരിക്കലും, ഞാൻ പിറന്ന മണ്ണ്, ഞാനിഴഞ്ഞ മണ്ണ്, ഞാൻ കളിച്ച് ഞാൻ ചിരിച്ച് ഞാൻ വളർന്ന മണ്ണ്. നമസ്കാരം. ശ്രേഷ്ഠ ഭാരതം ഞാൻ പിറന്ന മണ്ണിലേക്ക് ഏവർക്കും സ്വാഗതം. കലികാല ദോഷങ്ങൾ അധികമായി ബാധിക്കുകയും എന്നാൽ ഈശ്വര വിശ്വാസം വളരെ കുറഞ്ഞു പോകുകയും ചെയ്യുന്ന ഈ കലിയുഗത്തിൽ മനുഷ്യന് മുക്തി നേടാൻ കഴിയുന്ന ഏറ്റവും സുഗമമായ മാർഗം നാമസങ്കീർത്തനം തന്നെയാണെന്ന് ശ്രീമദ് ഭാഗവതം നമ്മെ പഠിപ്പിക്കുന്നു. ശ്രേഷ്ഠ ഭാരതം ഞാൻ പിറന്ന മണ്ണിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അറിവിന്റെ ഉത്സവവേദിയിലെ ഇന്നത്തെ ആചാര്യസഭയെ നമുക്ക് പരിചയപ്പെടാം. സ്വാമി വിവേകാമൃതാനന്ദപുരി, കോഴിക്കോട് മാതാ അമൃതാനന്ദമയി ആശ്രമം മഠാധിപതി. ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് സർ, മുൻ DGP. ഡോക്ടർ PV വിശ്വനാഥൻ നമ്പൂതിരി സർ, കോട്ടയം ബെസേലിയസ് കോളേജിലെ മുൻ സംസ്കൃത പ്രൊഫസർ. ഡോക്ടർ ലക്ഷ്മി ശങ്കർ, സംസ്കൃത വിഭാഗ അധ്യക്ഷ, ശ്രീകൃഷ്ണ കോളേജ്, ഗുരുവായൂർ. ഇന്ന് ശ്രേഷ്ഠ ഭാരത വേദിയിൽ ആദ്യം ഒരു പ്രഭാഷണമാണ് അരങ്ങേറാൻ പോകുന്നത്. ശ്രീമദ് ഭാഗവതത്തിലെ ഒരു കഥാസന്ദർഭത്തെ കുറിച്ചുള്ള ഈ പ്രഭാഷണത്തിലൂടെ പ്രഭാഷകന്റെ കാഴ്ചപ്പാടും അതുപോലെ തന്നെ ആനുകാലിക പ്രസക്തിയുള്ള വിഷയങ്ങളെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്യുന്നു. പ്രഭാഷണം അവതരിപ്പിക്കാനായി ഈ വേദിയിലേക്ക് എത്തുന്നത് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ കുഞ്ഞു മക്കളിൽ ഒരാളായ ശ്രീദേവാണ്. കൊല്ലം പുതിയകാവ് അമൃത വിദ്യാലയത്തിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ ശ്രീദേവാണ് ഇന്ന് വചനാമൃതത്തിലൂടെ നമുക്ക് മുമ്പിൽ വരുന്നത്. പാഠ്യവിഷയങ്ങളിൽ ഉന്നത വിജയം കൈവരിക്കുന്ന ശ്രീദേവ് ചിട്ടയായ ഗീതാ പഠനത്തിലൂടെയും വേദപഠനത്തിലൂടെയും ജീവിത വിജയം കൈവരിക്കുവാൻ പരിശ്രമിക്കുകയാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രീദേവിനെ. നമസ്കാരം ശ്രീദേവ്. എന്തൊക്കെയുണ്ട് വിശേഷം? എത്രയിൽ പഠിക്കുന്നു? 10. ശ്രീദേവ് നന്നായിട്ട് വായിക്കുമെന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞുല്ലോ. അപ്പം ശ്രീദേവ് ഇപ്പോഴത്തെ ഒരു കുട്ടികൾക്ക് ശരിക്കും പറഞ്ഞാൽ ശ്രീദേവ് ഒരു റോൾ മോഡലാണ്. ഞാൻ ചോദിച്ചു, ഒരു 200 പേജുള്ള ബുക്കാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് വായിച്ചു തീർക്കും? ഞാൻ ചുമ്മാ ചോദിച്ചതാണ്. ആള് പറഞ്ഞു ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ ഒരു 1 വീക്ക്. ഞാനേ നമുക്ക് പെട്ടെന്ന് 1 വീക്ക് കൊണ്ട് 200 പേജുള്ള ഒരു ബുക്ക് വായിച്ചെടുക്കാന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇമ്പോസിബിൾ എന്ന് നമുക്ക് വേണമെങ്കിൽ എഴുതാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ശ്രീദേവി ഇങ്ങനെ വന്ന് നമ്മുടെ ശ്രേഷ്ഠ ഭാരത വേദിയിൽ, അതും ഒരു വായനക്കാരന് ഏറ്റവും മനോഹരമായി ചെയ്യാൻ പറ്റുന്ന ഒരു
ആർട്ടാണ് പ്രഭാഷണം. അപ്പം ശിവാനി, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണെങ്കിൽ, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വെബ് സീരീസ് ആണെങ്കിൽ നമ്മൾ എത്ര നേരം ഇരുന്ന് കാണും? അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് സമയം വലിയ പ്രശ്നമൊന്നുമല്ല. അപ്പം വായന ശ്രീദേവിന് ഇഷ്ടമാണ്, അതുകൊണ്ട് ഒരാഴ്ച കൊണ്ട് എത്രയും കൂടുതൽ വായിക്കണോ അത്രയും സന്തോഷം കിട്ടും. അതായിരിക്കും കാരണം. തീർച്ചയായിട്ടും. അപ്പോൾ ഞാൻ പറയായിരുന്നു ശ്രീദേവ് നമ്മുടെ കുട്ടികൾക്ക് ഒരു റോൾ മോഡലാണ് എന്ന് ഞാൻ പറയായിരുന്നു. അപ്പോൾ വായിക്കുന്ന ഒരു വ്യക്തിക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു വിഷയമാണ് പ്രഭാഷണം. എനിക്ക് ഏറ്റവും അവസാനം വായിച്ചൊരു ബുക്കോ അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബുക്കിനെ പറ്റി ഒരു 5 ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം എന്ന് പറയുന്നത് അമ്മയുടെ സംഭാഷണങ്ങൾ. അതിൽ അമ്മ പറയുന്നത് ഈ കാലത്തേക്ക് ആവശ്യമുള്ളതാണ്. പ്രായോഗികമായി വേദാന്തം, പ്രായോഗികമായി ശാസ്ത്രങ്ങളിൽ പറയുന്നവയെ ജീവിതത്തിലേക്ക് എങ്ങനെ കൊണ്ടുവരാമെന്ന് അമ്മ പറയുന്നു. അതുപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആണ് ശ്രീരാമകൃഷ്ണദേവൻ്റെ വചനാമൃതം, വിവേകാനന്ദ സ്വാമികളുടെ സാഹിത്യ സർവസ്വം. പിന്നീട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു ആധ്യാത്മിക സാധകൻ്റെ ജീവിതമാണ്. അപ്പോൾ അതുകൊണ്ട് ലിവിങ് വിത്ത് ദ ഹിമാലയൻ മാസ്റ്റർ സ്വാമി രാമയുടെ, അതുപോലെ തന്നെ ഓട്ടോബയോഗ്രഫി ഓഫ് എ യോഗി പരമഹംസ യോഗാനന്ദർ, ഇതൊക്കെയാണ് എൻ്റെ ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ. ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ബുക്ക് ഏതാണ്? വിവേകാനന്ദ സാഹിത്യ സർവസ്വമാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം. ഇത്രയും ജ്ഞാനം നിറഞ്ഞു നിൽക്കുന്ന, അതും എൻ്റെ ഒപ്പം തന്നെയാണ്. എനിക്ക് അടുത്ത് നിൽക്കുമ്പോഴത്തേക്ക് ഒരുപാട് ഒരു എന്താ പറയുക, ഭയങ്കര റെസ്പെക്ട്, ഒരു പ്രൗഡായിട്ട് ഫീൽ ചെയ്യണു ഭയങ്കരമായിട്ട്. അപ്പോൾ ശ്രീദേവ്, പ്രഭാഷണം ഇത്രയും നന്നായിട്ട് ബുക്കുകൾ വായിക്കുമെങ്കിൽ അത്ര മനോഹരമായിട്ടായിരിക്കും പ്രഭാഷണവും ചെയ്യാൻ പോകുന്നത് എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആരാണ് പ്രഭാഷണം സ്വയം പ്രിപ്പയർ ചെയ്തതാണോ അതോ? അല്ല, സ്വാമി ധ്യാനാമൃതാനന്ദ പുരി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹം പറഞ്ഞ പോയിന്റുകൾ ഉപയോഗിച്ച് അമ്മയുടെ കൃപയാൽ എഴുതാൻ കഴിഞ്ഞു. അപ്പോൾ സ്വയം എഴുതിയതാണ്. അപ്പോൾ അത് പ്രസന്റ് ചെയ്യുമ്പോഴും ആ ഒരു ശൈലിയും എന്താണ് പ്രഭാഷകന്റെ കാഴ്ചപ്പാട് എന്ന് വ്യക്തമായി തന്നെ നമുക്ക് ആ ഒരു പ്രഭാഷണത്തിലൂടെ അറിയാൻ സാധിക്കും. അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്താണ് പ്രഭാഷണ വിഷയം? നിമിനവയോഗി സംവാദ രൂപേണ ഭാഗവത ധർമ്മ നിരൂപണമാണ് വിഷയം. നമുക്ക് ആരംഭിച്ചാലോ? ശ്രേഷ്ഠ ഭാരതം, ഞാൻ പിറന്ന മണ്ണിൽ. അടുത്തതായി നമുക്ക് ആരംഭിക്കാം വചനാമൃതം. ഓം അമൃതേശ്വരിയെ നമഃ. ഏകാദശത്തിലെ വളരെ പ്രസിദ്ധവും വിശിഷ്ടവുമായ ഭാഗമാണ് നിമി നവയോഗി സംവാദ രൂപേണയുള്ള ഭാഗവത ധർമ്മ നിരൂപണം. ഒരിക്കൽ ശ്രീനാരദർ ദ്വാരകയിൽ എഴുന്നള്ളിയപ്പോൾ ഭഗവാന്റെ പിതാവായ വസുദേവർ ചോദിച്ചു, അല്ലയോ മഹർഷി, നാനാ ക്ലേശങ്ങളോട് കൂടിയതും ഭയങ്കരവുമായ ഈ സംസാരത്തെ തരണം ചെയ്യുവാനുള്ള ഉപായം എന്താണ്? ദയവായി പറഞ്ഞു തന്നാലും. ഇത് കേട്ട ശ്രീനാരദർ നിമി ചക്രവർത്തിയും നവയോഗീശ്വരന്മാരും തമ്മിൽ നടന്ന സംവാദത്തെ വിവരിച്ചു. ആ യോഗീശ്വരന്മാർ ഇവരാണ്: കവി, ഹരി, അന്തരിക്ഷൻ, പ്രബുദ്ധൻ, പിപ്പലായനൻ, ആവിർഹോത്രൻ, ധ്രുമിളൻ, ചമസൻ, കരഭാജനൻ. നിമി ചക്രവർത്തി ചോദിച്ച 9 ചോദ്യങ്ങൾക്കുള്ള ഉത്തരരൂപേണ ആ യോഗീശ്വരന്മാർ ഭാഗവത ധർമ്മ തത്വത്തെ വിവരിച്ചു. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാവാത് പ്രകൃതേ സ്വഭാവാത് കരോതി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയേത്തത്. ശരീരം, വാക്ക്, മനസ്സ്, ബുദ്ധി, ഇന്ദ്രിയം, ചിത്തം, സ്വഭാവം എന്നിവ കൊണ്ട് ചെയ്യുന്നതെല്ലാം പരമാത്മാവായ ശ്രീമന് നാരായണനായിക്കൊണ്ട് സമർപ്പിക്കണം. ഈശ്വരാർപ്പണമായി ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഭാഗവത ധർമ്മമാണെന്ന് സാരം. യാതൊരുവൻ വിഗ്രഹത്തിൽ മാത്രം ഭഗവാനെ ദർശിക്കുകയും ഭഗവത് ഭക്തരിലും മറ്റു ജീവജാലങ്ങളിലും ഭഗവാനെ കാണാതിരിക്കുകയും ചെയ്യുന്നുവോ അവൻ പ്രാരംഭദശയിലെ ഭക്തനാണ്. എന്നാൽ ഉത്തമ ഭക്തന്റെ ലക്ഷണം എങ്ങനെ ഉണ്ടാവും എന്നാണെങ്കിൽ, സർവഭൂതേഷു യഃ പശ്യേത് ഭഗവത് ഭാവമാത്മന ഭൂതാനി ഭഗവത്യാത്മ ന്യഷ ഭാഗവതോത്തമ. യാതൊരുവൻ സമസ്ത ചരാചരങ്ങളിലും താനാകുന്ന ആത്മാവിനെ കാണുന്നുവോ, തന്നിൽ തന്നെ സമസ്ത ചരാചരങ്ങളെയും കാണുന്നുവോ, അവനാണ് ഭാഗവതോത്തമൻ. സാധുക്കളോടുള്ള കരുണയാണ് മക്കളെ ഈശ്വരനോടുള്ള കടമ എന്ന് അമ്മയും പറയുന്നു. ചായത്തെ വണങ്ങും, ചൈതന്യത്തെ വണങ്ങില്ല. ഈശ്വര ചൈതന്യത്തെ ക്ഷേത്രത്തിലെ ശ്രീകോവിലിലെ വിഗ്രഹത്തിൽ കണ്ടു വണങ്ങി പുറത്തു വന്നിട്ട് ഭിക്ഷയാചിക്കുന്നവനെ ചവിട്ടുമ്പോൾ ഭാഗവത ധർമ്മത്തിന് പൂർണ്ണമായും എതിരാണ് നാം ചെയ്യുന്നത് എന്നോർക്കുക. സകല ചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഭഗവത് ചൈതന്യത്തെ കാണുന്നവനാണ് ഭഗവാന് ഏറ്റവും പ്രിയങ്കരൻ. സംസാരം തരണം ചെയ്യാൻ ഗുരുവിൻ്റെ സഹായം അത്യാവശ്യമാണ് എന്നാണ് യോഗീശ്വരന്മാരുടെ അഭിപ്രായം. അവർ പറയുന്നു,
ശ്രേയസ് ആഗ്രഹിക്കുന്ന ജിജ്ഞാസുക്കൾ ബ്രഹ്മനിഷ്ഠനും വേദജ്ഞനും പ്രശാന്ത ചിത്തനുമായ ഗുരുവിനെ ശരണം പ്രാപിക്കണം. ആ ഗുരു തന്നെയാണ് ആത്മാവെന്നും ഭഗവാനെന്നും അറിഞ്ഞ് ഭക്തിയോടെ ഭജിക്കുന്നതാണ് മുക്തിക്കുപായം. സത്സംഗത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ആ യോഗീശ്വരന്മാർ പറയുന്നു, ഭാഗവത ധർമ്മ തൽപരർ ആദ്യം ചെയ്യേണ്ടത് സ്വദേഹ ബന്ധങ്ങളിൽ അനാസക്തിയും സജ്ജനങ്ങളിൽ ആസക്തിയും വളർത്തിയെടുക്കേണ്ടതാണ്. പരസ്പരം ഭഗവത് മഹിമയെ കീർത്തിക്കണം. അത് അഹങ്കാരം നശിക്കാനും സുഖം അനുഭവിക്കാനും സന്തോഷിക്കാനും സഹായിക്കുന്നു. ശരീരം, മനസ്സ്, ഇന്ദ്രിയം തുടങ്ങിയവയുടെ ധർമ്മങ്ങൾക്ക് അധീനപ്പെടാതെ ആത്മാവിൽ രമിക്കുന്നവനാണ് യഥാർത്ഥ ഭക്തൻ. ധർമ്മമില്ലാത്തവന്റെ ധർമ്മമാണത്. ഭക്ഷണം കഴിക്കുമ്പോൾ ഓരോ ഉരുളയും മനസ്സംതൃപ്തിയും വിശപ്പടങ്ങലും വയറു നിറയ്ക്കുകയും ചെയ്യുന്നത് പോലെ പ്രേമരൂപിയായ ഭക്തിയും വിരക്തിയും ഭഗവത് ദർശനവും നിഷ്കപട ഭക്തന്മാർക്ക് ഒരുമിച്ചുണ്ടാകുന്നു. ആത്മലബ്ധിക്കായി ഭഗവാനാൽ സ്വയം വിധിക്കപ്പെട്ട ഈ ഭാഗവത ധർമ്മങ്ങളിൽ നമുക്കെല്ലാവർക്കും ശ്രദ്ധയുണ്ടാകട്ടെ എന്ന് എൻ്റെ ഗുരുവായ അമ്മയുടെ പാദങ്ങളിൽ പ്രാർത്ഥിക്കുന്നു. ഓം അമൃതേശ്വരി നമഃ. ശ്രീദേവ് നന്നായിരുന്നു കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ വായനയുടെ ഗുണം എന്താന്ന് ഈ ഒരു പ്രഭാഷണം കേട്ടാൽ ഏതൊരു വ്യക്തിക്കും മനസ്സിലാവും. അത്ര എല്ലാ വിഷയവും ഉൾക്കൊള്ളിച്ച് അത്ര ആ ഒരു വാക്ചാതുര്യവും എല്ലാം ഒന്നും നഷ്ടപ്പെടാണ്ട് നല്ല രസമായിരുന്നു കേൾക്കാനായിട്ട്. ആ പറയുന്ന രീതിയാണെങ്കിലും യൂസ് ചെയ്യുന്ന വാക്കുകൾക്ക് സ്ട്രെസ് കൊടുക്കുന്നതൊക്കെ ഭയങ്കര ഇങ്ങനെ ക്രമീകരിച്ചായിരുന്നു ചെയ്തിരുന്നത്. മനോഹരമായിരുന്നു. നല്ലൊരു പ്രഭാഷകൻ ആവാനായിട്ടുള്ള എല്ലാ സാധ്യതയുണ്ട്. ഇനിയും ഇങ്ങനെയൊക്കെ ഒരുപാട് വേദികളിൽ ചെന്ന് ഇതുപോലെ നിന്ന് സംസാരിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ നമുക്കിനി ആചാര്യസഭയുടെ അഭിപ്രായം കേൾക്കാമല്ലേ? ശ്രേഷ്ഠ ഭാരതം, ഞാൻ പിറന്ന മണ്ണിൽ. അടുത്തതായി നമുക്ക് ആരംഭിക്കാം സംവാദാമൃതം. ശ്രീദേവ്, മിതമായ വാക്ക്, സാരവത്തായ വാക്ക്, ഇത് രണ്ടുമാണ് ഏറ്റവും നല്ലൊരു ആത്മയ്ക്ക് വേണ്ട ഏറ്റവും നല്ല ക്വാളിറ്റീസ്. അത് ചുരുക്കി പറയുക, ആ ചുരുക്കി പറയുന്നതിൽ സാരമുണ്ടാവുക. ശരിക്കും ഏറ്റവും ബുദ്ധിമുട്ട് വിപുലമായ ഒരാശയത്തെ ചുരുക്കാനാണ്. ഏകദേശം ഭാഗവതത്തിലെ ഏകാദശ സ്കന്ധത്തില് വ്യാപിച്ചു കിടക്കുന്ന ഈ ആശയത്തെ ഒരു തരത്തിൽ ഭാഗവത ഹൃദയമാണത്. ഭാഗവതത്തിലേക്ക് മുഴുവനും ജീവരക്തം പ്രദാനം ചെയ്തുകൊണ്ട് ഭാഗവതത്തെ സമ്പന്നമാക്കി നിലനിർത്തുന്നത് ഏകാദശത്തിലെ ഉദ്ധവോപദേശവും നിമിനവയോഗി സംവാദവും ഉൾക്കൊള്ളുന്ന തത്വപ്രവചനങ്ങളാണ്. അതിൻ്റെ ഭാഗവത ഹൃദയത്തിൻ്റെ സാരമാണ് ശ്രീദേവി ഇവിടെ അവതരിപ്പിച്ചത്. ഒരു സാറൊക്കെ എപ്പോഴും പറയാറുണ്ട്, ഭാഗവതത്തിൽ സത്സംഗങ്ങൾ, സംവാദങ്ങൾ എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് എന്ന്. ആശയങ്ങൾ വിപുലീകരിക്കപ്പെടുന്നത്, ആശയങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് എത്തുന്നത് ഇത്തരത്തിലുള്ള സംവാദങ്ങളിലൂടെയാണ്. ഈ സംവാദത്തിന്റെ പ്രത്യേകത ഭാഗവത ധർമ്മം എന്താണ് ഭാഗവതന്മാർ അനുഷ്ഠിക്കേണ്ട ധർമ്മം, എന്താണ് ഭാഗവതം നമുക്ക് പറഞ്ഞു തരുന്ന ജീവിത ദർശനം, ഇത് ഇവിടെ പ്രകടമാവുകയാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഭഗവാൻ തന്നെ നമ്മളോട് സംസാരിക്കുന്നത് പോലെയാണ് നവയോഗികളെ കൊണ്ട് സംസാരിപ്പിക്കുന്നത്. ശ്രീദേവി പറഞ്ഞ കൃത്യമായ ആശയം നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. ഭക്തൻ എന്ന നിലയിൽ പലരെയും നമ്മൾ കാണാറുണ്ട്. വചനാമൃതം വായിക്കുന്ന കാര്യം പറഞ്ഞുല്ലോ, അമ്മയുടെ സംഭാഷണത്തിന്റെ കാര്യം പറഞ്ഞുല്ലോ. അമ്മയോട് ചില ഗൃഹസ്ഥ ഭക്തർ ചോദിച്ചു, ഞങ്ങൾ ക്ഷേത്രത്തിൽ പോകുന്നുണ്ട്, പൂജകൾ ചെയ്യുന്നുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് ഭക്തി ഉണ്ടോ, ആശ്രമങ്ങളിൽ വരുന്നുണ്ട്, എങ്ങനെയാ ഭക്തി ഉണ്ടോ എന്ന് അറിയുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ അമ്മ അവരോട് മറുപടി പറഞ്ഞത്, വഴിയിൽ കിടക്കുന്ന ഒരു ഉറുമ്പിനോട് പോലും, വഴിയിൽ ഇഴഞ്ഞു പോകുന്ന ഒരു ജീവിയോട് പോലും നിങ്ങൾക്ക് നിങ്ങളോടെന്ന പോലെ ഒരു സ്വാർത്ഥതയ്ക്ക് വേണ്ടി നമുക്ക് ഇഷ്ടം തോന്നും അതിനോട്, അല്ലെ? നമുക്ക് പശുവിനോട് ഇഷ്ടം തോന്നുന്നത് പാല് തരുന്നുള്ളത് കൊണ്ടാണ്. പക്ഷെ അങ്ങനെയല്ലാതെ നിങ്ങൾക്ക് നിർവ്യാജമായി ഒരു ജീവിയോട് കാരുണ്യവും സ്നേഹവും തോന്നുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് ഭക്തിയുണ്ട്. അപ്പൊ ക്ഷേത്രത്തിൽ പോകുന്നതോ ആധ്യാത്മിക കേന്ദ്രങ്ങളിൽ പോകുന്നതോ മാത്രമല്ല ഭക്തിയുടെ ലക്ഷണം. ഭഗവത് ഭാവം ഈ പ്രപഞ്ചത്തിലെ സമസ്ത ജീവികളിലും കാണുക, അതാണ് ഭാഗവതോത്തമൻ എന്ന ആശയമാണ് ഇവിടെ നവയോഗികളിലൂടെ, പിന്നെ മായയെക്കുറിച്ച്, സത്സംഗത്തെക്കുറിച്ച്, ഭാരതീയ ദാർശനിക ചിന്തയുടെ അടിസ്ഥാനമായ ആശയങ്ങളെയാണ് ഇവിടെ സംവാദത്തിൽ ഉൾപ്പെടുത്തിയത്. ഇങ്ങനെ ഒരു ഭാവം ഉണ്ടായാൽ, ഈ പ്രപഞ്ചത്തിൽ എല്ലാവരോടും സ്നേഹം ഉണ്ടായാൽ പിന്നെ വിദ്വേഷമില്ല ഇവിടെ. എന്തൊരു നല്ല ലോകമായിരിക്കും. അപ്പൊ ഭാഗവതം വിഭാവനം ചെയ്യുന്നത് ഭക്തന്മാർ അധിവസിക്കുന്ന ലോകം എന്ന് പറയുന്നത് വിദ്വേഷമില്ലാത്ത ലോകമായിരിക്കണം. സ്നേഹം കൊണ്ട് പരസ്പരം ബന്ധിതമായ ലോകമാകണം ഭക്തന്റെ ലോകം. ഇങ്ങനെയാണ് ഭക്തൻ.
നമ്മൾ ചന്ദനക്കുറി തൊടുന്നവനല്ല ഭക്തൻ, സ്നേഹമുള്ളവനും കാരുണ്യമുള്ളവനുമാണ് ഭക്തൻ. നമുക്ക് സ്വാമിജിയോട് ചോദിക്കാം ഇതിൻ്റെ ആശയത്തെക്കുറിച്ച്. സാധാരണ ഭക്തിയെ പറ്റിയൊക്കെ നമ്മുടെ ഇടയിൽ ഒരുപാട് തെറ്റിദ്ധാരണകളുള്ള കാണാറുണ്ട് ആളുകളുടെ ഇടയിൽ. ക്ഷേത്രത്തിൽ എല്ലാ മാസവും പോകുന്നതോ അല്ലെങ്കിൽ എല്ലാ ദിവസവും സന്ദർശിക്കുന്നതോ അവിടെ പ്രദക്ഷിണം വയ്ക്കുന്നതോ അവിടെ തൻ്റെ ദുഃഖങ്ങൾ ഇറക്കി വയ്ക്കുന്നതൊക്കെയാണ് ഭക്തിയായിട്ടൊക്കെ പലരും വിചാരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഗുരുവായൂരൊക്കെ എല്ലാ മാസത്തിൽ പോകുന്നവരുണ്ട്, ഒന്നാം തീയതി പോകുന്നവരൊക്കെ ഉണ്ട്, ദർശനം മേടിക്കുന്നവരുണ്ട്. ഇവരെല്ലാവരും ഭക്തന്മാരാണെന്നാണ് പൊതുവെ എല്ലാവരും പറയുന്നത്. പക്ഷേ ഭാഗവതത്തിൻ്റെ രീതിയിലുള്ള ഭക്തി അവർക്കുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സംശയം തന്നെയാണ്. കാരണം ഈ ഭഗവത്ഗീതയിൽ എവിടെയും ക്ഷേത്രത്തിൽ പോകുന്നതിനെ പറ്റി പറയുന്നതേ ഇല്ല, അങ്ങനെ ഒരു സംഭവമേ പറയുന്നില്ല. അത് മനസ്സിൻ്റെ ഒരു ഭാവമാണ്. അദ്വേഷ്ട സർവഭൂതാനാം മൈത്രക്കരുണ ഏവജ നിർമ്മമോ നിരഹങ്കാര സമദുഃഖ സുഖക്ഷമി എന്നൊക്കെ പറയുന്ന ഭാവം ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. ജീവരാശികളോടൊന്നും അവർക്ക് ദേഷ്യമേ ഇല്ല, എല്ലാവരോടും മൈത്രി, അവർ സർവഭൂത ഹിതേരഥന്മാരാണ്. കരുണ, കാരുണ്യം ഇതൊക്കെ വേണമെന്നാണ്. അതൊന്നും ഇല്ലാത്തതിനെ ഭക്തനായിട്ട് കൂട്ടിയിട്ട് കാര്യമില്ല, അവനൊന്നും മനസ്സിലായിട്ടുമില്ല. അപ്പോൾ ഇത് ഭാഗവതം പഠിപ്പിക്കുന്ന ഭക്തി വളരെ ശ്രേഷ്ഠമാണ്. ഇവിടെ തന്നെ വസുദേവർ ശ്രീ നാരദ മഹർഷിയെ കാണുമ്പോൾ പറയുന്നുണ്ട്, ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഞാൻ ആദ്യം ആവശ്യപ്പെട്ടത് എനിക്കൊരു പുത്രനുണ്ടാകാൻ വേണ്ടിയിട്ടാണ്. പുത്രനുണ്ടായി, അതുകൊണ്ട് ദുഃഖനിവൃത്തി വന്നിട്ടില്ല, ആത്യന്തികമായ ദുഃഖനിവൃത്തി ഉണ്ടായിട്ടില്ല. സാക്ഷാൽ പരബ്രഹ്മം തന്നെയാണ് വസുദേവരുടെ അവിടെ ജനിച്ചത്, അദ്ദേഹത്തെ പിതാവായിട്ട് സ്വീകരിച്ചുകൊണ്ട് ജനിച്ചിരിക്കുന്നു. എന്നിട്ടും ദുഃഖം മാറിയിട്ടില്ല. അപ്പോൾ നാരദ മഹർഷിയോട് പറയുകയാണ്, അങ്ങേപ്പോലുള്ള ദേവന്മാർ വരെ അവർ ദുഃഖങ്ങൾ ഉണ്ടാക്കുന്നു പലപ്പോഴും. ദേവന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതി ശക്തികളെയാണ്, ആദി ദൈവിക ദുഃഖം, കൊടുങ്കാറ്റ്, സുനാമി ഇതെല്ലാം ഉണ്ടാക്കുന്നു. പക്ഷെ ഒരു മഹാത്മാവെന്ന് പറഞ്ഞാൽ അവരുടെ സാന്നിധ്യം പോലും നമുക്ക് കുളിർമയാണ്. വസന്തവത്ത് ലോകഹിതം ചരന്തഹ എന്ന് വിവേക ചൂടാമണിയിലൊക്കെ പറയുന്ന പോലെ വസന്തകാലം പോലെയാണ് അവർ സഞ്ചരിക്കുന്നിടം. അത്രയും ശാന്തമാണ്, ശാന്തന്മാരാണ്, മഹാന്മാരാണ്. അവരുടെ സാന്നിധ്യം തന്നെ നമുക്ക് കുളിർമ ഉണ്ടാക്കുന്നു എന്നാണ്. ആ തലത്തിലേക്ക് നമ്മൾ ഉയരണം. അത് സർവ്വജീവരാശികളെയും തന്നെപ്പോലെ കാണാൻ കഴിയുന്ന ആ ഭാവത്തിലേക്ക് ഒരാൾ ഉയരുമ്പോഴാണ് അയാളുടെ മഹത്വം പുറത്തേക്ക് പ്രകാശിക്കുക, അയാളുടെ ഉള്ളിലെ ഈശ്വരത്വം പ്രകാശിക്കുക. അവനെ ഭക്തൻ എന്ന് പറയാൻ പറ്റുള്ളൂ. ആ ഭക്തി, നമ്മൾ ഗൗണഭക്തിയുണ്ട്, പരാഭക്തിയുണ്ട്. പരാഭക്തിയെ പറ്റിയാണ് ഭാഗവതം പറയുന്നത്. ഗൗണഭക്തിയിൽ ഭ്രാന്ത് വരെ ഉണ്ടാകാം. മനുഷ്യൻ ഇപ്പോൾ പല ആൾക്കാരും നമുക്കറിയാം തലവെട്ടുന്നില്ലേ, സ്വർഗത്തിൽ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് മറ്റൊരു മനുഷ്യൻ്റെ തലവെട്ടുക, മനുഷ്യനെ ഹീനമായ രീതിയിൽ അവനെ പീഡിപ്പിക്കുകയാണ്. അതൊന്നും ഒരിക്കലും ഭക്തിയുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാനേ പറ്റില്ല. അതൊക്കെ ഭ്രാന്തൻ നയങ്ങളാണ്. ഭക്തി എന്താണെന്ന് മനസ്സിലാക്കാത്ത മൂഢജനങ്ങളുടെ ഭക്തിയാണത്, അത് ഭക്തിയല്ല. അപ്പോൾ ആ സ്വാത്വിക രീതിയിലുള്ള ഭക്തിയിലേക്ക് നമ്മൾ ഉണർന്നിട്ട് സ്വാത്വികത്തിനും അപ്പുറം പോകണം. സത്വം, രജസ്, തമസ് ഇതിനപ്പുറം പോയിട്ട് ഗുണാതീതം എന്നുള്ള അവസ്ഥയിൽ സ്ഥിതപ്രജ്ഞനാണ് ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഭക്തൻ. ഭഗവത്ഗീത പറയുന്ന ഏറ്റവും ആദർശ പുരുഷൻ സ്ഥിതപ്രജ്ഞനാണ്. ആ സ്ഥിതപ്രജ്ഞത്വം നമ്മൾ നേടിയെടുക്കണം എന്നുള്ളതാണ് ഭാഗവതം പോലും പറയുന്നത്. അതുകൊണ്ടാണ് പ്രഹ്ലാദനൊക്കെ ആ ഒരു സ്ഥിതിയിലെത്തിയെന്നാണ്. പ്രഹ്ലാദനേ ഉള്ളൂ നമ്മുടെ ഏറ്റവും ഒരു ഭക്തൻ്റെ മാതൃകയായിട്ട് നമ്മുടെ മുമ്പിൽ എടുത്തു വയ്ക്കാൻ പറ്റിയ ഒരാൾ പ്രഹ്ലാദനാണ്. അതുപോലെ ഭക്തി കണ്ടു കഴിഞ്ഞാൽ അവൻ ഭക്തൻ തന്നെയാണ്, സംശയമൊന്നുമില്ല. അത് നമുക്ക് ബോധ്യമാകും, പറയേണ്ട ആവശ്യമില്ല. ആ ഒരു ഭക്തിയാണ് ഭാഗവതം ഉദ്ദേശിക്കുന്ന ഭക്തി. ആത്യന്തിക ദുഃഖ നിവൃത്തി അവനുണ്ടാകുകയും വേണം. ഇതാണ് മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം. അത് നമ്മൾ പ്രാപ്തമാക്കണം. അതാണ് ഭാഗവതം നൽകുന്ന സന്ദേശം. അതാണ് ഭാഗവത സാരമായ ഈ ആശയത്തെ എങ്ങനെയാണ് സാർ സംഗ്രഹിക്കുന്നത്? ശ്രീമദ് ഭാഗവതത്തിൻ്റെ മഹനീയമായ നമുക്ക് ഉൾക്കൊള്ളേണ്ടതായ ഭാഗം മുഴുവൻ ഏകാദശ സ്കന്ധത്തിൽ മോക്ഷരൂപ സ്വരൂപത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതിൻ്റെ ആമുഖത്തിൽ വരുന്ന വിഷയമാണ് നിമി നവയോഗി സംവാദം. യദുകുലം മുഴുവൻ നശിച്ചത് കണ്ടു കഴിഞ്ഞപ്പോൾ വസുദേവർ ദുഃഖിതനായി താൻ ഇത്രയും ദുഃഖം അനുഭവിക്കാൻ എന്താണ് കാരണം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നാരദ മഹർഷി അവിടേക്ക് വന്നു ചേരുക. അദ്ദേഹത്തോട് തന്നെ ചോദിച്ചു, സാക്ഷാൽ ഭഗവാനെ പുത്രനായി ലഭിച്ചിട്ടും എന്ത് ദുഃഖം ഞാൻ അനുഭവിച്ചു. ഭഗവാൻ പുത്രനായിട്ട് കിട്ടിയാൽ പിന്നെ പരമസുഖം എന്നാണ് ഞാൻ വിചാരിച്ചത്. അന്നു മുതൽ കാരാഗൃഹത്തിൽ മുതൽ ഇങ്ങോട്ട് ഓരോ നിമിഷവും ഞാൻ ഭഗവാൻ പുത്രനായി ജനിച്ചിട്ടും എന്തും മാത്രം ഖേദം അനുഭവിച്ചു. ഇപ്പോൾ ഇതാ ഈ കുലം തന്നെ എന്ത് ചെയ്തു, നാശത്തിന് കലാശിച്ചു. എന്താണ് ഇതിൻ്റെ കാരണം
എന്ന് ചോദിച്ചപ്പോൾ നാരദൻ പറഞ്ഞു, ഇന്ദ്രിയങ്ങളിൽ കൂടി നേടുന്നത് സുഖവും ദുഃഖവും ഉണ്ട്. സുഖവും ഇന്ദ്രിയത്തിൽ കൂടിയാണ് നേടുന്നത്, ദുഃഖവും അങ്ങനെയാണ് നേടുന്നത്. ഇത് രണ്ടും അല്ല വേണ്ടത്. ആത്മാവിൽ ശാന്തി അനുഭവിക്കുന്ന ആത്മാനന്ദ അനുഭവമാണ് വേണ്ടത്. ആനന്ദം ഒരിക്കലും നശിക്കുന്നതല്ല, സുഖം നശിക്കുന്നതാണ്. സുഖദുഃഖങ്ങൾ മാറി മാറി വരും നശ്വരങ്ങളാണ്. അങ്ങിപ്പോൾ അനുഭവിച്ചതും ചോദിച്ചതും സുഖദുഃഖങ്ങളെക്കുറിച്ചാണ്. ഇതല്ല വേണ്ടത്, ആനന്ദ അനുഭവമാണ്. ആനന്ദം ആത്മാവിലാണ് ഉണ്ടാകേണ്ടത്, മനസ്സിലല്ല, ഇന്ദ്രിയത്തിലുമല്ല. ഇതാണ് വേണ്ടത്. ഇത് നേടാൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണെങ്കിൽ ഞാൻ ഒരു കഥ പറയാം എന്ന് പറഞ്ഞ് പണ്ട് നിമി ചക്രവർത്തി നവയോഗികളോട് ചോദിച്ച 9 ചോദ്യങ്ങൾ അവതരിപ്പിക്കാം. അതിൻ്റെ ഭാരം ഇവിടെ ശ്രീദേവ് ഭംഗിയായിട്ട് പറഞ്ഞു. എന്താണ്, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും വാക്കുകൊണ്ടും ഇന്ദ്രിയം കൊണ്ടും ബുദ്ധി കൊണ്ടും ചെയ്യുന്ന സമസ്ത കർമ്മങ്ങളും ഈശ്വരാർപ്പണമാക്കി ചെയ്യാൽ ഇതാണ് ഏറ്റവും വലിയ ഭാഗവത ധർമ്മം. ഭാഗവതം ആദ്യന്തം ഉപദേശിക്കുന്ന ഒരു കാര്യം ഇതാണ്. നമ്മളിത് അങ്ങനെ ചെയ്യാറില്ല. നമ്മൾ സമർപ്പിക്കുന്നതിൻ്റെ ഫലം നമുക്ക് വേണമെന്ന് ആഗ്രഹിക്കും. അപ്പോൾ അത് സമർപ്പണമായില്ല. അതല്ല ഭക്തി. ഇങ്ങോട്ട് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ സമ്പൂർണ്ണമായിട്ടും നമ്മുടെ സമസ്ത കർമ്മപടലങ്ങളും അവിടേക്ക് സമർപ്പിക്കാൻ പറ്റണം. അതിന് ഉദാഹരണമാണ് ഭാഗവതം ആദ്യം മുതൽ ദശമസ്കന്ധത്തിൽ കാണാം. പൂതന മുതൽ എല്ലാവരും ഭഗവാനിലേക്ക് സമ്പൂർണ്ണമായിട്ടും സമർപ്പിക്കരുത്. പൂതനയിലെ പൂതനത്വം ആരിലേക്ക് സമർപ്പിച്ചു? ഭഗവാനിലേക്ക്. കംസൻ തൻ്റെ കംസത്വം ആരിലേക്ക് സമർപ്പിച്ചു? ഭഗവാനിലേക്ക്. ഇങ്ങനെ നമ്മുടെ മനസ്സിലും ഈ പൂതനയെ പോലെയുള്ള അനേക ചിന്തകളുണ്ടാകാം, കംസനെ പോലെ ഉണ്ടാകാം. ഇതൊക്കെ എങ്ങോട്ട് വിടണം? ഭഗവാനിലേക്ക് വിട്ടുകൊടുത്താൽ പിന്നെ തിരിച്ചു വരില്ല. ഭഗവാനിലേക്ക് വിട്ടുകൊടുക്കുന്നൊന്നും തിരിച്ചു വരില്ല. പൂതന പിന്നെ തിരിച്ചു വന്നിട്ടില്ല, ശകടാസുരനില്ല, ഇവരാരും, ഈ കംസൻ ഉൾപ്പെടെ പോയവരാരും തിരിച്ചു വന്നിട്ടില്ല. ഇതാണ് സമർപ്പണം. തിരിച്ചു വരാത്തതാണ് സമർപ്പണം. അങ്ങനെയുള്ളൊരു സമർപ്പണമാണ് ജീവിതത്തിലുണ്ടാവേണ്ടത്. അല്ലാതെ കൊണ്ട് ഭക്തി എന്നുള്ള പേരിൽ ഒരു കാര്യം സാധിച്ച് അപ്പം തന്നെ പൂർണ്ണമാവുക, പിറ്റേ ദിവസം വീണ്ടും ഒരു കാര്യം സാധിക്കുക, ഇതല്ല ഭക്തി. ഈ സമ്പൂർണ്ണമായ സമർപ്പണം ഗോപസ്ത്രീകൾ ഉൾപ്പെടെ ഉദാഹരണമാണ്. ഇവരെല്ലാം ഈ സമർപ്പണമാണ് ചെയ്തത്. അങ്ങനെയുള്ള ഒരാളെ ഒന്ന് ചൂണ്ടിക്കാണിക്കാമോ എന്ന് അടുത്ത ചോദ്യം ചോദിച്ചു. പരമഭാഗവതനായ ഒരാളെ ഒന്ന് ചൂണ്ടിക്കാണിക്കാമോ എന്ന് ചോദിച്ചു. ഒരു വിഷമവുമില്ല. ഒരാളുടെ കൂടെ ഒരു 5 മിനിറ്റ് അല്പം നടന്നു പോയാൽ മതി. അയാളുടെ വായിൽ നിന്നും വീഴുന്ന വാക്കുകൾ എന്താണെന്ന് കേട്ടാൽ അറിയാം അയാൾ പരമഭക്തനാണോ അല്ലയോ. ഒരു സപ്താഹം മുഴുവൻ കേട്ട് അമ്പലത്തിൽ പോയി കുളിച്ചു കൊടുത്തിട്ട് വീട്ടിലേക്ക് പോകുമ്പോൾ അവരുടെ പുറകെ ഒന്ന് പോയാൽ മതി. അവരുടെ സംഭാഷണ വിഷയം എന്താണെന്ന് കേട്ടാൽ പരമഭക്തന്മാരാണെന്ന് തിരിച്ചറിയാൻ യാതൊരു വിഷമവുമില്ല. ബാഹ്യചിഹ്നങ്ങൾ ഭക്തൻ്റെ അടയാളം അല്ല. ചന്ദനം തൊടലോ കാവ്യ ഉടുക്കലോ ഭസ്മം പൂശലോ രുദ്രാക്ഷം ധരിക്കലോ ഇതൊന്നുമല്ല ഒരു ഭക്തൻ്റെ അടയാളം. കാരണം അയാൾക്ക് സപ്താഹയജ്ഞം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ അവിടെ കേട്ട ഏതെങ്കിലും കൃഷ്ണകഥകളെക്കുറിച്ചാണ് പറയാനുള്ളതെങ്കിൽ പരമഭക്തൻ. ഇത് പുറത്തോട്ടിറങ്ങിയാൽ വീട്ടിലെ കാര്യവും കല്യാണ കാര്യവും നാട്ടിലെ കാര്യവുമാണ് സംഭാഷണം ചെയ്തതെങ്കിൽ അല്ല. ഒരു വിഷമമില്ല തിരിച്ചറിയാൻ. ഇങ്ങനെ ഭാഗവത ധർമ്മം എന്താണെന്നും അത് തിരിച്ചറിയാനുള്ള വഴി എന്താണെന്നും പിന്നെ മായയെക്കുറിച്ചും മായ തരണം ചെയ്യാനുള്ള വഴിയെക്കുറിച്ചും കർമ്മത്തെക്കുറിച്ചും കർമ്മം ചെയ്യാതിരുന്നാലുള്ള ദുർഗതിയെക്കുറിച്ചും അതേപോലെ ഭഗവാന്റെ അവതാരങ്ങൾ എത്രയുണ്ട്, എവിടൊക്കെ, ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. അതിൻ്റെ മറുപടി കേൾക്കൂ വസുദേവ. ഇതാണ് ഏറ്റവും വലിയ പരമഭാഗവത ധർമ്മം എന്ന് വസുദേവർക്ക് ഉപദേശിച്ചു കൊടുക്കുന്ന അതിമനോഹരമായ ഭാഗവതത്തിൻ്റെ ഒരു കീ അവിടെയാണ്. രഹസ്യം മുഴുവൻ ഈ ഒരൊറ്റ ചോദ്യോത്തരങ്ങൾ അന്തർഭവിച്ചിട്ടുണ്ട്. ഇത് പഠിച്ചില്ലെങ്കിൽ ഭാഗവതമൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് ഭാഗവതത്തിൻ്റെ ഏറ്റവും വലിയ കീയാണ് ശ്രീദേവ് നമുക്ക് തുറന്നു തന്നത്. വളരെ മനോഹരമായി ഭംഗിയായി നമുക്ക് ആ വഴി കൂടി സഞ്ചരിച്ചു പോകാം. സർ, ഭാഗവതം വായിക്കുന്ന പഠിക്കുന്ന ഏതൊരു പഠിതാവിനും മനസ്സിൽ സൂക്ഷിക്കാൻ ഭാഗവത്തിൽ നിന്ന് എന്തെടുക്കാം എന്ന് ചോദിച്ചാൽ ഈ സാരമായ ഈ ആശയമാണ്. സർ, ഈ ഭാഗത്തിലൂടെ കടന്നുപോയപ്പോൾ എങ്ങനെയാണ് സാർ ഇത് മനസ്സിലാക്കിയത്? ഞാൻ ഈ ഭാഗം വളരെ ശ്രദ്ധപൂർവ്വം 3-4 തവണ വായിച്ചു. അപ്പോൾ ഒരു നോർമൽ മാനെ എങ്ങനെ സൃഷ്ടിക്കാം എന്നുള്ള സൈക്കോളജിക്കൽ ലെസണാണ് അവിടെ വരുന്നത്. ഇപ്പോൾ ഭക്തോത്തമന് ചില ലക്ഷണങ്ങൾ, മാധ്യമന് വേറെ ലക്ഷണങ്ങൾ, നീചന് വേറെ ലക്ഷണങ്ങൾ, ഇങ്ങനെ 9 യോഗിമാർ 9 തത്വം പറയുകയാണ്. ഈ 9 തത്വവും 9 മാനസിക രോഗങ്ങളിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിക്കാനുള്ള മാർഗമാണ്. രാവിലെ പോയിട്ടൊരു പൂജ മാത്രം ചെയ്യുകയും ബാക്കിയൊന്നും ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ഒരാൾ, അയാളൊരു സൈക്കോളജിക്കൽ രോഗമുണ്ട്, OCD, ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ. അതിനുള്ള ആളാണ്. അവൻ നീചനാണ്, അവൻ അപകടകാരിയാണ്. അപ്പോൾ ആ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഈ സ്വഭാവം ഉണ്ടാവാൻ പാടില്ല. ഭക്തോത്തമൻ്റെ ലക്ഷണം പറയുകയാണ്.
എന്താണ്, ഭക്തനോട് സ്നേഹം ഉണ്ടായിരിക്കണം. ഭക്തനോട് സ്നേഹം വരിക എന്ന് പറഞ്ഞാൽ മേഴ്സിഫുള്ളായിട്ടുള്ള കൈൻഡായിട്ടുള്ള ഒരാളാണ്. അതില്ലാത്തവനോ അവൻ ക്രൂരനാണ്, ആങ്കറിൻ്റെ ക്രൂരത കാണിക്കുന്നവനാണ്. അതൊരു സൈക്കോളജിക്കൽ ഡിസീസാണ്. ഇനി അജ്ഞാനിയെ കണ്ടാൽ എന്താണ് വേണ്ടത്? അജ്ഞാനിയെ കണ്ടാൽ അവനോട് കരുണയുണ്ടാവണം, ബി മേഴ്സിഫുൾ. അപ്പോഴെന്ത് പറ്റി? ഈ അഹങ്കാരിയായി സ്വന്തം കാര്യങ്ങളിൽ മാത്രം വിശ്വസിക്കുന്ന ഒരു അഹങ്കാരിയായിട്ട് അവൻ തീരില്ല. അഹങ്കാരി എന്ന് പറഞ്ഞാൽ ഒരുതരം മാനസിക രോഗമാണ്, അതിൽ നാൾ രക്ഷപ്പെടും. അടുത്ത ആൾ പറയുന്നത് ഈ ബാക്കി ഒരു കാര്യത്തിലും ശ്രദ്ധിക്കാതെ വിഡ്രോവൽ സിംറ്റം കാണിക്കുന്ന ഒരാളിനെ പറ്റിയാണ്. അത് നീചൻ്റെ സ്വഭാവമാണ്. അപ്പോൾ അതെന്താണ്? ഡിപ്രഷൻ്റെ ബിഗിനിങ് ആണ്, വേറൊരു മാനസിക രോഗമാണ്. അതായത് ലോകത്തിൽ എനിക്ക് ജയിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് അവനൊരു ഡിപ്രഷനിലേക്ക് പോവുകയാണ്. അവൻ അതിലേക്കാൾ അപകടകാരിയാണ്. ഹീ ക്യാൻ ഈവൻ കമ്മിറ്റ് ക്രൈം ഓർ സൂയിസൈഡ്. അങ്ങോട്ട് പോകാതെ അവൻ എങ്ങനെ മോചിപ്പിക്കാൻ പറ്റും എന്നുള്ളത് കൃത്യമായി അവിടെ പറയുകയാണ്. ഇനി ഭക്തിയുണ്ട്, അവൻ ലോകത്തിലെ സംസാരത്തിനകത്ത് ഒന്നും ഇൻവോൾവ് ആവാതെ അവന് ഈശ്വര പൂജയും മാനവ സേവയും ചെയ്തുകൊണ്ടാണ് ജീവിക്കുന്നതെങ്കിൽ അവൻ ഭക്തോത്തമൻ്റെ കാറ്റഗറി വരികയാണ്. അപ്പോൾ എന്താണ് ഈ മറ്റുള്ളവരുടെ കരുണ തോന്നാൻ ചെയ്യുന്നത്? ഇപ്പം പരോപകാരമേ പുണ്യം ചെയ്യുന്നവൻ, അതായത് സനാതനം പഠിപ്പിക്കുന്ന മാനവസേവ മാധവസേവ, മനുഷ്യനെ സെർവ് ചെയ്താൽ ഈശ്വരൻ്റെ കണക്കിൽ പെടും എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഇങ്ങനെ വിശ്വസിച്ച ഒരാൾ പോയിക്കഴിഞ്ഞാൽ അവന് സംസാര സാഗരത്തിൽ നിന്ന് അവന് കിട്ടാൻ പോകുന്ന ക്യാപിറ്റലിസം, പണത്തോടുള്ള ആഗ്രഹം, ലസ്റ്റ്, ഇങ്ങനെയുള്ള ദുസ്വഭാവങ്ങളിൽ നിന്നെല്ലാം മോചിക്കും. സെൻട്രൽ ജയിലിൽ പോകാനുള്ള സ്വഭാവങ്ങൾ അവനുണ്ടാവില്ല. അല്ലാത്തവൻ സെൻട്രൽ ജയിലിൽ പോകും. സെൻട്രൽ ജയിലിൽ പോകാതെ നോർമൽ മാനായിട്ട് അവൻ എങ്ങനെ മാറണം, അതാണ് ഈ ഭക്തോത്തമൻ ലക്ഷണം പറഞ്ഞു വരുമ്പോൾ അടുത്തായിട്ട് വരുന്നത്. അപ്പോൾ ഈ 9 യോഗിമാർ പറയുന്ന 9 ഉത്തരങ്ങൾ 9 തരത്തിലുള്ള സൈക്കോളജിക്കൽ ഡിസീസിൽ നിന്ന് മോചിതമായി സന്യാസി പറഞ്ഞ പോലെ സ്ഥിതപ്രജ്ഞനായി തീരണം. അപ്പോൾ സ്ഥിതപ്രജ്ഞ എന്ന് പറഞ്ഞാൽ ജയമുണ്ടാവുമ്പോൾ അതിൽ അഹങ്കരിക്കാതിരിക്കുകയും പരാജയം ഉണ്ടാകുമ്പോൾ അത് ഹൃദയത്തിൽ പോകാതിരിക്കുകയും വേണം. വിജയമുണ്ടാകുമ്പോൾ തലച്ചോറിലേക്ക് പോയി കഴിഞ്ഞാൽ അവൻ അഹങ്കാരിയാണ്. പരാജയം ഉണ്ടാകുമ്പോൾ അത് ഹൃദയത്തിലേക്ക് പോയാൽ അവൻ മനോരോഗിയാണ്. ഇത് രണ്ടിലുമല്ലാത്ത ഒരു സ്ഥിതപ്രജ്ഞനായി അവനെ മാറ്റാനുള്ള 9 വഴികളാണ് ഈ പറയുന്നത്. അതിഗഹനമാണ്, എത്ര മണിക്കൂർ പ്രസംഗിച്ചാലും തീരാത്തൊരു വിഷയമാണ് ഇത്ര ചെറിയൊരു സബ്ജക്റ്റിൽ പറയുന്നത്. അതുകൊണ്ട് ഇത് കേൾക്കുന്ന ഏവരും ഈ 9 യോഗിമാർ പറയുന്ന ഉപദേശം അനുസരിച്ച് ബി എ നോർമൽ മാൻ വിത്തൗട്ട് എനി സൈക്കോളജിക്കൽ ഡിസീസ്, ആ കർമ്മപാഠമാണ് ഇവിടെ നമ്മൾ പഠിക്കേണ്ടത്. ഭാഗവതത്തിന്റെ ലോകം എന്ന് പറയുന്നത്, ഭാഗവതം വിഭാവനം ചെയ്യുന്ന രാഷ്ട്രം എന്താണ് എന്നുള്ളത്, അത് ഭക്തൻ നിസ്വാർത്ഥമായി ജീവിക്കുന്ന രാഷ്ട്രമാണ്. അങ്ങനെ ഒരു ആശയമാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. നിങ്ങളുടെ കൂടുതൽ ചിന്തകൾ, പ്രത്യേകിച്ചും ശ്രീദേവിനെ പോലെ നന്നായി ഗൗരവമായി വായിക്കുന്ന ഒരാളുടെ, ഒരു വ്യക്തി അയാളുടെ ഒരു സ്കൂൾ വിദ്യാഭ്യാസം കഴിയുന്നതിന് മുൻപ് വിവേകാനന്ദ സ്വാമികളെ പരിചയപ്പെട്ടാൽ, വിവേകാനന്ദ സാഹിത്യ സുരസത്തിലൂടെ കടന്നുപോയാൽ അത് അയാളുടെ ജീവിതത്തെ വല്ലാതെ, അയാളുടെ ഭാവിയെ വളരെ ഗൗരവമായി സ്വാധീനിക്കും. അപ്പോൾ അതുപോലെ ഗൗരവമായി വായിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ ശ്രീദേവിൻ്റെ ചിന്തകളെ കൂടുതൽ ഭാഗവതം പ്രചോദിപ്പിക്കട്ടെ എന്നാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ഭാഗവത സാരത്തിലേക്കുള്ള ഒരു കീ ആയിരുന്നു സാറ് പറഞ്ഞ പോലെ ശ്രീദേവ് ഇന്ന് നമുക്ക് തുറന്നു തന്നത്. ഇത് നമുക്ക് മാത്രമല്ല, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് ഓഡിയൻസിനും ഇതങ്ങനെ തന്നെ ആവട്ടെ. ഈ ഒരു പ്രഭാഷണത്തിൻ്റെ മുഴുവൻ സാരവും നമ്മുടെ ചർച്ചയുടെ എല്ലാം അർത്ഥവും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ശ്രീദേവിന് എന്നും ഭഗവാന്റെ എല്ലാ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും എന്നും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. ശ്രേഷ്ഠ ഭാരതം ഞാൻ പിറന്ന മണ്ണിൻ്റെ വക ശ്രീദേവിന് ചെറിയൊരു ഉപഹാരമുണ്ട്. ലക്ഷ്മി ടീച്ചറുടെ കയ്യിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങും കേട്ടോ. അപ്പോൾ ഇനിയും വായിക്കണം. വായന എന്നും ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ പോലെ കൂടെ കൊണ്ട് നടക്കണം. ഇനി ചിലപ്പോൾ ഒരുപാട് നാൾ കഴിഞ്ഞ് ഇതേ ശ്രേഷ്ഠ ഭാരത വേദിയിൽ ആചാര്യസഭയിൽ ഒരു അംഗമായി ഇരിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോഴും ഞാനൊക്കെ ഇവിടെ ആങ്കറായിട്ട് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു. ശ്രേഷ്ഠ ഭാരതം ഞാൻ പിറന്ന മണ്ണിൽ. അടുത്തതായി ധ്യാനാമൃതം. ഓം അമൃതേശ്വരിയായി നമഃ. അവരവരുടെ ഇരിപ്പിടങ്ങളിൽ നട്ടെല്ല് നിവർത്തി കണ്ണുകൾ അടച്ചിരിക്കുക. ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക.
സാധാരണഗതിയിൽ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുക. ബോധപൂർവം സ്വയം അറിഞ്ഞ് ശ്വസിക്കുക. ശ്വാസഗതിയുടെ താളം ശ്രദ്ധിക്കുക. ഇനിയും ശ്വാസം അകത്തേക്കെടുക്കുമ്പോൾ മാ എന്ന ശബ്ദത്തിൻ്റെ തരംഗങ്ങൾ ശ്വാസത്തിൽ സ്പന്ദിക്കുന്നതായി ഭാവന ചെയ്യുക. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ഓം എന്ന ശബ്ദത്തിൻ്റെ തരംഗങ്ങൾ ശ്വാസത്തിൽ സ്പന്ദിക്കുന്നതായി ഭാവന ചെയ്യുക. ശ്വാസം അകത്തേക്കെടുക്കുമ്പോൾ മാ, പുറത്തേക്ക് വിടുമ്പോൾ ഓ. ഈ ശബ്ദ തരംഗങ്ങൾ ശ്വാസഗതിക്കനുസരിച്ച് താളാത്മകമായി സ്പന്ദിക്കുന്നതായി മനസ്സുകൊണ്ട് ഭാവന ചെയ്യുക. മാ, ഓ, മാ, ഓ, മാ, ഓ. ക്രമേണ മാ, ഓം എന്നീ ശബ്ദ തരംഗങ്ങൾ പൂർണ്ണമായും നിലയ്ക്കുന്നു. ചിന്തകളും വികാര വിചാരങ്ങളും ഇല്ലാത്ത ഒരു അവസ്ഥയിൽ മനസ്സ് ലയിക്കുന്നു. മേഘങ്ങളില്ലാത്ത അനന്തമായ ആകാശം പോലെ, ഓളങ്ങളില്ലാത്ത സുന്ദരമായൊരു തടാകം പോലെ മനസ്സ് നിശ്ചലമാകുന്നു, ശാന്തമാകുന്നു. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഃ ഓം. അറിവിന്റെ ഉത്സവവേദിയായ ശ്രേഷ്ഠ ഭാരതം ഞാൻ പിറന്ന മണ്ണിൽ ഇന്ന് നമ്മളൊരു പ്രഭാഷണമാണ് കേട്ടത്. ആനുകാലിക പ്രസക്തി ഏറെയുള്ള ഈ വിഷയത്തെക്കുറിച്ച് നമ്മുടെ പ്രേക്ഷകർക്ക് ഏവർക്കും ഗ്രഹിക്കാൻ കഴിഞ്ഞു എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ അധ്യായം ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അല്ലയോ നാരദരെ, സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാന്റെ അവതാര ലീലകളെക്കുറിച്ച് അറിയണമെന്ന് അങ്ങ് ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നുവല്ലോ. ശ്രദ്ധയോടെ കേട്ടാലും. മനുഷ്യനെ സംസാര ദുഃഖത്തിൽ നിന്നും ഇല്ലാതാക്കുക എന്ന ഒരേ ഒരു ലക്ഷ്യമാണ് ഭാഗവതത്തിനുള്ളത്. നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരത്വം പുറമേക്ക് പ്രകാശിക്കുന്നതിനുള്ള പല പല പടികളായിട്ട് ഉള്ള
ഘട്ടങ്ങളാണ് ഈ അവതാര കഥകളിൽ കൂടി സൂചിപ്പിച്ചിരിക്കുന്നത്. ഈ അവതാരത്തിൽ കൂടി സ്വന്തം ധർമ്മത്തെ, പരമാത്മ ചൈതന്യത്തിൻ്റെ ആ ധർമ്മസ്വരൂപത്തെ ജനങ്ങളിൽ എത്തിക്കുകയും വേണം. അത് മുഖാന്തരം ജനങ്ങളെ ഉയർത്തിക്കൊണ്ടിരിക്കുകയും വേണം. സർവ്വവ്യാപിയായ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കാനും അതിൽ ആശ്വസിച്ച് വിശ്വസിച്ച് ജീവിക്കാനും പറ്റുന്ന, മനുഷ്യനെ നല്ല മനുഷ്യനാക്കുന്ന ഒരു ഫിലോസഫിയാണ് ഇതിൽ നിന്ന് ലഭിക്കുക. കോസ്റ്റ്യൂം കടസി ഫോർ ശിവാനി, ലാഡിഡ, കൊട്ടിയൂർ, പെരുമ്പാവൂർ.